സാധാരണ തലയിൽ പൂവെറിഞ്ഞിട്ടും കഴുത്തിൽ പൂമാല ഇട്ടിട്ടുമാണ് ആൾക്കാരെ നമ്മൾ സ്വാഗതം ചെയ്യുക. പക്ഷേ ഇന്ന് റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റില് എന്റെ ഗസ്റ്റിനെ മലയാള സിനിമ സ്വാഗതം ചെയ്തതേ ഉണ്ടോണ്ടിരിക്കുന്ന പ്ലേറ്റിൽ വെള്ളം ഒഴിച്ചോണ്ടാ. ഇനിയിപ്പോ ഞാനായിട്ട് പരിചയപ്പെടുത്തുന്നില്ല, സ്വയം പരിചയപ്പെടുത്തിക്കോളൂ. നമസ്കാരം, ഞാൻ ദിലീഷ് പോത്തൻ. ഈ പേര് പലർക്കും പരിചയം തുടങ്ങിയില്ലേ? മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ശരി, അങ്ങനെയാണ് ഞാനൊരു ടാസ്ക് തരാം ദിലീഷിന്. ശബ്ദത്തിലൂടെ മാത്രമേ ഇപ്പൊ നമ്മളെ രണ്ടാളെയും എല്ലാരും കേൾക്കണുള്ളൂ കേട്ടോ. അപ്പൊ ദിലീഷിന്റെ ടാസ്ക്, ദിലീഷിന്റെ രൂപം ആൾക്കാരെ എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക. അത് അഭിനയിച്ച സിനിമകൾ വഴിയാവാം, ഇന്ന ക്യാരക്ടറാണ്, അത് ഞാനാ ചെയ്തത് എന്നൊക്കെ പറയില്ലേ. ഇപ്പൊ ഞാൻ ആദ്യം പറയാൻ ശ്രമിക്കാന്ന് വെച്ചാൽ മഹേഷിന്റെ പ്രതികാരം എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ആ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഞാനാണ്. അങ്ങനെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയിൽ എൽദോ എന്ന് പറയുന്ന ചെറിയ വേഷത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ഞാനാണ്. അമേരിക്ക ഫോൺ വിളിക്കും, അമേരിക്കയിൽ കിടന്ന് ഫോൺ എടുക്കുന്നയാൾ ഞാനാണ്. സ്റ്റുഡിയോയിൽ ആദ്യം ഫോട്ടോ എടുക്കാൻ വരുന്നയാൾ ഞാനാണ്. ഐസ് ഓപ്പൺ ചിൻ ഡൗൺ എന്നൊക്കെ പറയുന്നതിനനുസരിച്ച് ചെറുതായിട്ട് പൊക്കാനും താത്താനും ഒക്കെ ശ്രമിച്ചയാൾ ഞാനാണ്. ഇനിയിപ്പോൾ അതിനു മുമ്പ് ഞാൻ ആഷിഖ് കപൂറിന്റെ അമൽ നീരദ് അങ്ങനെയൊക്കെയുള്ളവരുടെ സിനിമകളിലും ഏകദേശം 10-12 വർഷമായിട്ട് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇത് കൂടാതെ ഒരു 10-12 സിനിമയിൽ ഈ പറഞ്ഞ പോലെ സോൾട്ട് ആൻഡ് പെപ്പർ, 22 ഫീമെയിൽ കോട്ടയം, റാണി പത്മിനി, ഗ്യാങ്സ്റ്റർ. അപ്പൊ ഈ പടങ്ങളൊക്കെ കണ്ടവരിപ്പോ വിചാരിക്കണ്ടാവും ഏത് ക്യാരക്ടറിനെയാണ് ഈ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോ ക്യാരക്ടർ വൈസ് പറയൂ. ഇപ്പൊ ഈ മഹേഷ് വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ഉള്ള ഒരു പീരീഡിലാണ് ഞാൻ വഴി കൂടെ നടക്കുമ്പോൾ ആൾക്കാർ ആദ്യം പെട്ടെന്ന് നോക്കുന്നത് സോൾട്ട് ആൻഡ് പെപ്പറിലെ മറ്റേ കഞ്ഞി ചേട്ടൻ കഞ്ഞിയാണോ എന്നാണ് ആദ്യം ആൾക്കാർ ചോദിക്കുന്നത്. കഞ്ഞിയാണോ ഞാൻ? ബീഫ് ഫ്രൈ തീരിയെ, കഞ്ഞി ബെസ്റ്റാ. ഈ രണ്ട് ഡയലോഗുകൾ കൂടി ആൾക്കാർ വഴിയിൽ വെച്ച് കാണുമ്പോഴത്തേക്കും ഇങ്ങനെ സംസാരിക്കുന്നതാണ് പതിവ്. എന്നാലും ചോറിൽ ശ്വേതാമേനൻ വെള്ളമൊഴിക്കുന്നതാണ് ഹിറ്റായത്. അതെ, അപ്പൊ എനിക്കതിൽ ആ ഫുഡ് ഒന്ന് കഞ്ഞിയായിട്ട് കൺവേർട്ട് ആയപ്പോൾ കുറച്ചും കൂടി ഇഷ്ടമായിരുന്നു മാത്രം. കഞ്ഞിയാണ് എനിക്കിഷ്ടം. ഈ റാണി പത്മിനിയില് മാധ്യമ പ്രവർത്തന്റെ റോളും അത്യാവശ്യം ഹിറ്റായ റോൾ തന്നെയല്ലേ? പിന്നെ അതിൽ ഞാൻ ഐ എം എ മീഡിയ പേഴ്സൺ ഫ്രം കേരള. ജസ്റ്റ് റിമെമ്പർ ദാറ്റ്, ദ ബർത്ത് പ്ലേസ് ഓഫ് കളരി എന്നൊക്കെ പറയുന്ന സാധനം. പക്ഷെ ഇപ്പൊ എല്ലാവരും അറിയുന്നത് മഹേഷിന്റെ പ്രതികാരത്തിന്റെ സംവിധായകൻ എന്ന് പറഞ്ഞ പേരില്. ഹാപ്പി, വളരെ 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 ഹാപ്പി. അതിനാദ്യം തന്നെ വലിയൊരു കൺഗ്രാറ്റുലേഷൻസ്. ആ പടം ഒരു വലിയ വിജയമാണ്. ആൻഡ് വെൽക്കം ടു റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റ്. താങ്ക് യു. അല്ല, ഒരു കാര്യം ചോദിക്കട്ടെ, 12 വർഷമായി ഈ ഫീൽഡിൽ വന്നിട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഈ 12 വർഷവും ആഷിഖ് കപൂറിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നോ? അല്ല, ഞാൻ ആദ്യമായിട്ട് സോൾട്ട് ആൻഡ് പെപ്പറിൽ അഭിനയിച്ചിരുന്നു. പക്ഷെ ശരിക്കും ആഷിഖ് കപൂറിന്റെ കൂടെ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് 22 ഫീമെയിൽ കോട്ടയം എന്ന് പറയുന്ന പടത്തിന്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടാണ് ഞാനൊരു ടെക്നിക്കൽ സൈഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി അദ്ദേഹത്തോടൊപ്പം. അതിനു മുമ്പ് ഞാൻ സോൾട്ട് ആൻഡ് പെപ്പറിൽ വർക്ക് ചെയ്തിരുന്നു, പക്ഷെ ആക്ടറായിട്ടാണ് വർക്ക് ചെയ്തിരുന്നത് എന്നുള്ളത്. ഞാനിപ്പോ ദിലീഷ് അഭിനയിച്ച പടങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോ ആഷിഖിന്റെ പടങ്ങൾ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. എന്താ ആഷിഖിന്റെ? അല്ല, അങ്ങ് മാത്രമൊന്നുമല്ല. ഞാനിപ്പം ചന്ദ്രേട്ടൻ എവിടെയാലും അഭിനയിച്ചിട്ടുണ്ട്, സിദ്ധാർത്ഥ് ശിവയുടെ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്, പല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കൂടുതൽ അഭിനയിച്ച ആഷിഖിന്റെ പടത്തിൽ. എനിക്കുണ്ടായിരുന്ന ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഞാൻ സത്യത്തിൽ അഭിനയിക്കാൻ വേണ്ടി ഒരിക്കലും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരു ആക്ടറായി മാറാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അഭിനയം ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. പക്ഷെ എന്നാലും എന്റെ ശ്രമങ്ങളും ആഗ്രഹങ്ങളും എല്ലാം ഒരു സംവിധായകനാകുക, ആദ്യം സിനിമ ചെയ്യുക എന്നതിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു. അതിനുള്ള യാത്രയിൽ എനിക്ക് കിട്ടിയൊരു ബോണസ് ആയിട്ടാണ് ഞാൻ അഭിനയത്തെ കാണുന്നത്. അല്ല, ഇനി ഒരു കാര്യം ചോദിച്ചോട്ടെ, ആഷിഖിന്റെ പടത്തിൽ അസിസ്റ്റന്റ് ആയിട്ട് അസോസിയേറ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്തെന്ന് പറഞ്ഞു. അപ്പൊ അതില് അഭിനയിക്കാൻ വേണ്ടി പോകുമ്പോ ഫ്രീ ആയിട്ടാണ് അഭിനയിക്കുക? എന്താ കാശിന്റെ കാര്യമാണ് ചോദിക്കുന്നത്? അല്ല, ആദ്യത്തെ സിനിമയിൽ എനിക്ക് ശമ്പളം കിട്ടിയിരുന്നു. സോൾട്ട് ആൻഡ് പേപ്പറിൽ ഞാൻ വർക്ക് ചെയ്യുന്നില്ലായിരുന്നു, എന്റെ ആക്ടറായിട്ടായിരുന്നു. അപ്പൊ അതുമുതലേ എനിക്ക് ശമ്പളം കിട്ടിയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് പിന്നീടുള്ള സിനിമകളിലൊക്കെ പലപ്പോഴും നമ്മളൊരു റോളിൽ 22-ലെ റോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഷൂട്ട് തുടങ്ങിക്കഴിഞ്ഞ് തീരുമാനിക്കപ്പെടുന്ന റോളാണ്. അല്ലെങ്കിൽ ഇടുക്കി ഗോൾഡിൽ ഞാൻ റോൾ ചെയ്തെന്ന് വേറൊരാളെ തീരുമാനിച്ചിരുന്നതാണ്. സമയമായപ്പോൾ അയാൾക്ക് എത്താൻ പറ്റാത്തതിനാൽ ഞാൻ താൽക്കാലികമായിട്ട് റോൾ ചെയ്യേണ്ടി വന്നതാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അസോസിയേറ്റ് ഡയറക്ടർക്ക് പോലും ഒരു കൊല്ലത്തോളം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യും. അപ്പം നമുക്ക് അങ്ങനെ വേറൊരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ഡേറ്റ് ഫ്രീ ആക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ. അപ്പം ഞാൻ ഇതിന് പ്രിഫറൻസ് കൊടുക്കുന്നതുകൊണ്ട് ഇതിനിടയിൽ കൃത്യമായിട്ട് ഗ്യാപ്പുകളിൽ വളരെ കുറഞ്ഞ ദിവസങ്ങളിൽ ഞാൻ സ്വസ്ഥമായിട്ടിരിക്കുന്ന ടൈമിൽ കിട്ടുന്ന സിനിമകളിൽ മാത്രമാണ് ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സിനിമകളിൽ കൂടുതലായിട്ട് അഭിനയിച്ച് കാണുന്നത്. ശമ്പളത്തിന്റെ കാര്യമാണ്. ഞാൻ പിന്നെ ഒരു ക്യാരക്ടർ വേഷത്തിൽ എന്നെ എപ്പോഴൊക്കെ ആഷിഖ് കപൂറിന്റെ സിനിമയിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ എനിക്ക് അഭിനയിച്ചതിനും വർക്ക് ചെയ്തതിനും 2 ശമ്പളം കിട്ടിയിട്ടുണ്ട്. ഡബിളാണ്. അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളിൽ പോലും. അതെ, ലാഭമുള്ള ഏർപ്പാടാണ്. സംവിധാന മോഹമായിട്ട് സിംഹത്തിന്റെ മടയിലേക്കെന്ന പോലെയാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഈ ഗസ്റ്റ്, ഇന്നത്തെ റേഡിയോ മാംഗോ സ്പോട്ട്ലൈറ്റിലെ ഗസ്റ്റ് വന്ന് പെട്ടത്. സംവിധാന മോഹമായിട്ടാണ് സിനിമയിൽ വന്നല്ലേ? അപ്പൊ എങ്ങനെയാ പെട്ടെന്ന് ഒരു സോൾട്ട് ആൻഡ് പേപ്പർ കിട്ടിയത്? ഞാൻ സിനിമാ ശ്രമങ്ങളും ഒക്കെ ആയിട്ട് എറണാകുളത്ത് ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് മഹേഷിന്റെ റൈറ്റർ ആയിട്ടുള്ള ശ്യാം പുഷ്കരൻ, ഞാന്, റൈറ്റർ ദിലീഷ് നായർ, ഞങ്ങളുടെ ഇനീഷ്യൽ സ്റ്റേജ് ആണ്. പിന്നെ ഒരു അറാഫത്ത് ഉണ്ട്. ഞങ്ങളെല്ലാം വൈറ്റിലയിൽ ഒരു വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പൊ ഞങ്ങളിങ്ങനെ സിനിമാ ശ്രമങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന കാലമാണ്. അപ്പൊ അന്ന് വെറുതെ ഇരിക്കുമ്പോഴൊക്കെ എന്നെ ഇവര് കളിയാക്കുമായിരുന്നു, ശ്യാമും ദിലീഷും ഒക്കെ കൂടിയിട്ട്. എനിക്ക് മലയാളത്തിലെ ഒരു ഐഡിയൽ സിനിമാ സംവിധായകന്റെ ലുക്ക് ഉണ്ടെന്നും അതുകൊണ്ട് നിന്റെ തലയിൽ വലിയ വെളിവൊന്നും ഇല്ലെങ്കിലും നിനക്കൊരു പടം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ഇവരെന്നെ കളിയാക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ എന്തോ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു മലയാള സിനിമാ സംവിധായകനാണെന്ന് തോന്നും. ചെറിയതാണ്. അല്ല, അങ്ങനെ ഇന്ന വ്യക്തി ഒന്നുമല്ല, പൊതുവായിട്ടുള്ള ഒരുപാട് ആളുകളുടെ സ്വഭാവം ഉണ്ടെന്നാണ് പറയുന്നത്.
അല്ല, ഇവരങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അവരൊരു സിനിമ എഴുതിയപ്പോൾ അതിലൊരു ഡയറക്ടറുടെ ക്യാരക്ടർ ഉണ്ടായിരുന്നു. അപ്പൊ കണ്ടാലൊരു ഡയറക്ടർ എന്ന് തോന്നുന്ന ഒരാളെന്ന നിലയിലായിരിക്കണം അവരെന്നെ വിളിച്ചത്. അതിനു മുമ്പ് ഞാൻ അഭിനയിച്ച് തെളിയിച്ച പാഠമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അവരെന്നെ വിളിക്കുന്ന സമയത്ത് ഞാൻ കാലടിയിൽ MA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാലടി ചെന്നതിന് ശേഷം ഞാൻ നാടകങ്ങളിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങി. അവിടുത്തെ പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ടൊക്കെയുള്ള നാടകങ്ങളിലൊക്കെ അഭിനയിക്കാൻ തുടങ്ങി. അതെനിക്കൊരു കോൺഫിഡൻസ് തന്നു. അതുകൊണ്ടാണ് ഇവർ വിളിച്ചിട്ട് അഭിനയിക്കുമോ അല്ലെങ്കിൽ ചോദിച്ചപ്പോഴത്തേക്ക് ഞാൻ റെഡി എന്ന് പറഞ്ഞത്. ആ കോൺഫിഡൻസിലാണ്. അത് കഴിഞ്ഞിട്ട് അഭിനയിക്കാനൊക്കെ ഓഫർ വന്നിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ സോൾട്ട് ആൻഡ് പെപ്പറിൽ അഭിനയിക്കുന്ന സമയത്തോ ആ സിനിമ റിലീസാകുന്നതിന് തൊട്ട് മുമ്പ് വരെയോ ഞാൻ ഇത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. എൻ്റെ മുഖം കൊണ്ട് ആൾക്കാർ ഇങ്ങനെ ചിരിക്കുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ലാത്ത ആളായിരുന്നു. അപ്പോൾ സോൾട്ട് ആൻഡ് പെപ്പർ ഷൂട്ടിനിടയ്ക്ക് ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഇതിലൊരു പ്രധാന സീൻ എന്ന് പറഞ്ഞാൽ ഈ കഞ്ഞി സീനാണ്, മറ്റേ വെള്ളം ഒഴിക്കുന്ന സീനാണ്. അതാണ് ഈ ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ടുള്ള ടൈമാണ്. അപ്പോൾ ഞാൻ ബ്രിഷ്ടാനും ചോറൊക്കെ കൊണ്ടിട്ടൊന്ന് വിശ്രമിക്കാമെന്ന് കരുതിയപ്പോഴാണ് സീൻ റെഡി എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ നേരെ വന്നിരുന്നപ്പോഴത്തേക്കും ഫ്രണ്ടിലൊരു പ്ലേറ്റ് നിറച്ച് ചോറിട്ടിരിക്കുക. ഇതിങ്ങനെ സാമ്പാർ ഒഴിച്ച് കുഴച്ച് നല്ല അടി അടിക്കണം, വയറ് നിറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനവിടെ ദൈവം ഇതൊരു 4 റീടേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യം പരിതാപകരമാണല്ലോ എന്ന് കരുതി. പക്ഷെ ആ സീൻ ഒറ്റയടിക്ക് അങ്ങ് പ്ലേ ചെയ്യുമായിരുന്നു. ആ സീൻ പ്ലേ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കൂടി നിന്നൊരു കൈയടിച്ചു. അപ്പോഴെനിക്കൊരു ആശ്വാസമായി, ദൈവമേ അടിച്ചു മോനെ എന്ന് പറഞ്ഞിട്ട്. പിന്നീട് ഞാൻ ഞെട്ടിയത് ഇത് തിയേറ്ററിൽ കണ്ടപ്പോഴാണ്. എൻ്റെ കഥാപാത്രം അത്ര ശ്രദ്ധിക്കപ്പെടും എന്ന കാര്യങ്ങളൊന്നും എനിക്കത്ര ഒന്നും വലിയ കരുതിയിരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ വിളിച്ചപ്പോൾ എന്നാൽ ശരി ചെയ്തേക്കാന്നായി. അങ്ങനെ വീണ്ടും വീണ്ടും ചെറിയ സിനിമകളിൽ ഇങ്ങനെ ചെറിയ വേഷങ്ങളൊക്കെ ആയിട്ട് അഭിനയിച്ചു തുടങ്ങി. ഹിറ്റായി അങ്ങനെ ഞാൻ പറയാം. പിന്നെ പക്ഷേ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ആഷിഖിന്റെ അടുത്ത് വന്നു അല്ലേ? അതെ, സോൾട്ട് ആൻഡ് പെപ്പർ കഴിഞ്ഞിട്ട് തൊട്ടടുത്ത അവിടെ 22 വന്നപ്പോഴത്തേക്കും എന്നെ വർക്ക് ചെയ്യാൻ വിളിച്ചിരുന്നു. അങ്ങനെ വർക്ക് ചെയ്ത് എപ്പോഴാണ് ധൈര്യം വന്ന ഒരു മഹേഷിനെ പ്രതികാരം ചെയ്യാനായിട്ട്? സത്യത്തിൽ 22 ഫീമെയിൽ കോട്ടയം നടക്കുന്ന സമയത്ത് തന്നെ, അതിന്റെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞാൻ ഫഹദിനോട് ഇങ്ങനെ ഒരു ഐഡിയ ഇങ്ങനെ സൂചിപ്പിച്ചിരുന്നു. എനിക്ക് നേരത്തെ തോന്നിയിരുന്ന ഒരു ചെറിയ ഐഡിയ. അപ്പോൾ ഫഹദ് അതിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു സിനിമ ചെയ്യാം എന്നൊരു ആലോചന ഉണ്ടാവുക. അങ്ങനെ ആ ഒരു 22ന്റെ ഷൂട്ടൊക്കെ കഴിയാറായപ്പം തന്നെ ഞാൻ ആ സിനിമ ചെയ്യാൻ തയ്യാറാക്കി. എനിക്കൊരു പ്രൊഡ്യൂസർ വരികയും അപ്പോൾ അദ്ദേഹം അത് പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയും. അങ്ങനെ ഒരു സിനിമ റെഡിയായതാണ്. പക്ഷേ ആ സിനിമ ഒന്ന് വർക്ക് ചെയ്ത് 1.5 കൊല്ലം എനിക്ക് തോന്നുന്നത് ദിലീഷ് ആ സ്ക്രിപ്റ്റ് അതിന് വേണ്ടി എഴുതിയിരുന്നത്. ഞങ്ങളത് 2 വർഷത്തും മിച്ചം അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്ത് സ്ക്രിപ്റ്റ് എല്ലാം റെഡിയാക്കി വന്നതാണ് ആ സിനിമ. അന്നേരം ഇപ്പോൾ അടുത്ത ഇടയ്ക്ക് ഇറങ്ങിയ ഒരു സിനിമയ്ക്ക് കഥയുമായിട്ടല്ലെങ്കിലും അതിന്റെ ഒരു പ്രസന്റേഷനുമായിട്ട് ഒരു ചെറിയ സിമിലാരിറ്റി തോന്നിയിരുന്നു. അത് പറയണ്ടല്ലോ, അത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പിടിക്കും. കാരണം കുറച്ചാൾ കഴിഞ്ഞിട്ട് അതൊന്ന് മറിച്ചിട്ടിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുക ഞാനപ്പോൾ ഈ സിനിമ അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ പിടിക്കും. ദിലീഷേ, ഞാനൊരു പേര് പറയാം ഒരാളുടെ. ആ പേര് കേട്ട് പരിചയമുണ്ടോ എന്ന് ആദ്യം പറയണം. പറഞ്ഞു നോക്ക്. അല്ല, ആരാ ഈ തമ്പാൻ പുരുഷൻ? തമ്പാൻ പുരുഷൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിനിമയിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. തമ്പാൻ പുരുഷനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് 3 വർഷം കഴിഞ്ഞപ്പോൾ മഹേഷിന്റെ പ്രതികാരം എന്ന് പറഞ്ഞ ഈ സിനിമയായിട്ട് വന്നത്. അതായത് ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള ശ്യാംപുഷ്കരൻ ഒരു വൈകുന്നേരം ഞാൻ ശ്യാമുമായിട്ട് തമ്പാൻ പുരുഷന്റെ ചില വിശേഷങ്ങൾ ഇങ്ങനെ ചർച്ചയ്ക്കിടയിൽ വന്ന കൂട്ടത്തിൽ തമ്പാൻ പുരുഷന്റെ ഒരു പണ്ടത്തെ ഒരു കഥ ഇങ്ങനെ കേൾക്കുകയും ആ കഥ കേട്ടപ്പോൾ എനിക്ക് അതിനകത്തൊരു സിനിമയുണ്ടെന്ന് പെട്ടെന്ന് തോന്നി. അപ്പം ഞാൻ ശ്യാമിനോട് പറഞ്ഞു, അളിയ ഇതിനകത്ത് എന്തോ ഉണ്ടല്ലോ. ആ തിരിച്ചറിയൽ എൻ്റെ ജീവിതം മാറ്റിമറിച്ച മഹേഷിന്റെ പ്രതികാരമായിരുന്നു. സന്തോഷം. അതാണ് അപ്പൊ സിനിമയുടെ സ്റ്റാർട്ടിംഗ് ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ് എഴുതി കാണിക്കണേ. അതിലെ കഥാപാത്രമാണ് തമ്പാൻ പുരുഷൻ. അതാണ് മഹേഷ് ആയിട്ട് വെള്ളിത്തിരയിൽ എത്തിയത്. ചോദിക്കട്ടെ, ആ സിനിമയിൽ എനിക്ക് പേഴ്സണലി തോന്നിയത് ഒരു പട്ടീനെ കാണിക്കുന്ന പട്ടി ഉൾപ്പെടെ ഒരു ക്യാരക്ടറാണ്. തീർച്ചയായിട്ടും ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ആ കവലയിൽ തന്നെ ഉള്ളവരാണ്, പ്രകാശിൽ തന്നെ ഉള്ളവരോ അല്ലെങ്കിൽ ആ ഷൂട്ട് ചെയ്ത വീട്ടിലെ ചേട്ടനൊക്കെയാണ് അവിടുത്തെ ആളായിട്ടൊക്കെ അഭിനയിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ അവിടെ കാസ്റ്റ് ചെയ്തിട്ടുള്ളത്. ലൊക്കേഷൻ കാണാൻ പോയി ചേട്ടനെ കൊള്ളാം, ചേട്ടനും കൊള്ളാലോ, അപ്പം വീടും വേണം ചേട്ടനും വേണം എന്നുള്ള സീനിലാണ്. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്ക് ലൊക്കേഷൻ കാണാൻ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്നു കുട്ടൂസൻ. കുട്ടൂസൻ ആ വീട്ടിലെ പട്ടിയാണ്. അങ്ങനെ കുട്ടൂസനെ കണ്ടപ്പം കൊള്ളാം, മഹേഷിന്റെ വീട്ടിലേക്ക് നമുക്ക് കുട്ടൂസിനെ അവിടെ കൂട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ കുട്ടൂസിനെ കൂടെ കൊണ്ടുപോയി മഹേഷിന്റെ വീട്ടിലാക്കി. പുള്ളി ഫുൾ ചില്ലായിരുന്നു. ഒരു ജീപ്പിൽ ചെന്നിട്ടാണ് കുട്ടൂസിനെ കൂട്ടിയിട്ട് വരിക. കുട്ടൂസിന് താല്പര്യമായിട്ട് ഇപ്പോഴും ഏത് ജീപ്പ് വന്നാലും പുള്ളി ചാടിപ്പോയിട്ട് ജീപ്പിന്റെ പുറകെ കയറി ഇരിക്കുകയാണ്, നമുക്ക് ഷൂട്ടിന് പോയേക്കാന്നുള്ള സീനില്. പട്ടി ഉൾപ്പെടെ ബിഹേവ് ചെയ്യുന്നു. പുള്ളി ഇപ്പൊ അവിടുത്തെ വലിയ സ്റ്റാറാന്നാണ് കേട്ടത്. ദിലീഷ് ഒരു കോട്ടയംകാരനല്ലേ? അതെ, കുറുപ്പന്തറ. ശരി, സ്വന്തം നാട്ടിൽ നിന്ന് എത്ര ക്യാരക്ടേഴ്സിനെ ചൂണ്ടിയിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിട്ട്? സത്യം പറയണം. ഞാനൊരു സത്യം പറയട്ടെ, ഈ സിനിമയിലെ ഒരു കഥാപാത്രവും ഒരു ഇൻസിഡന്റും എനിക്ക് മനസ്സിലാകാത്തതോ പരിചയമില്ലാത്തതോ ആയിട്ടില്ല. എന്ന് വെച്ചാൽ എല്ലാരും ചൂണ്ടിയിട്ടുണ്ടെന്ന്? അപ്പൊ അത്രയ്ക്ക് കാര്യമായിട്ട് ഞാൻ ചൂണ്ടിയിട്ടുണ്ട്. എന്ത് സാധനം! തെറ്റിദ്ധാരണ അല്ല എന്റെ നാട്ടിൽ നിന്നും എനിക്ക് പരിചയമുള്ളിടത്തു നിന്നും ഞാൻ ആൾക്കാരെ ചൂണ്ടിയിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. ചുരുക്കത്തില് കുറുപ്പന്തറക്കാർ ഈ പടം കണ്ടു കഴിഞ്ഞാൽ ഇത് എന്റെ കഥയാണല്ലോ എന്ന് തോന്നിപ്പോവും. തീർച്ചയായിട്ടും എന്റെ മാത്രമല്ല, ഇതുപോലെ തുറവൂരുള്ള പലരും പ്രശ്നത്തിലാണെന്നാണ് റൈറ്റർ ശ്യാംപുഷ്കരൻ പറയുന്നത്. ശരി, എന്താ പറഞ്ഞേ, ഈ സിനിമയില് അഭിനയിച്ച് ഞെട്ടിച്ച ക്യാരക്ടർ ആരായിരുന്നു ദിലീഷിന്? എല്ലാരും ഓരോ തലത്തിലും ഒരാളെ ഇത് നിങ്ങൾ കൊടുക്കുന്ന ചോദ്യമാണ്. പലരും എന്നെ തല്ലുമോ?
ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കരുത്, ഇത് ശരിയല്ല. അതൊക്കെ ഞാൻ ചോദിക്കും. അല്ല, എനിക്ക് സത്യസന്ധമായിട്ട് പറയാം. അല്ല, ഞാൻ പറയുന്നത് എനിക്കിപ്പോ ഒരാളെന്ന് ചോദിച്ചാൽ നമ്മൾ കുടുങ്ങിപ്പോകും. എനിക്ക് ഇതിനകത്ത് ഏറ്റവും നന്നായിട്ട് അഭിനയിച്ച ഒരാളുടെ പേര് വേണമെങ്കിൽ ഞാൻ പറയാം. ഫഹദ് വേണ്ട, വേറെ ആളെ പറ. സത്യത്തിൽ ഈ സിനിമയിൽ എനിക്കൊരു നടനെന്ന നിലയിൽ ഏറ്റവും കൂടുതൽ എന്നെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ദിലീഷ് പോത്തന്റെ അഭിനയമാണ്. ഓക്കെ അല്ലേ? എനിക്ക് സത്യമായിട്ട് ഞാൻ സത്യസന്ധമായിട്ടാണ് ശാലിനിയോട് പറയുന്നത്. അങ്ങനെ കൃത്യമായിട്ട് എനിക്ക് ഒരാളെ എടുത്ത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ്. ഞാൻ പ്രതീക്ഷിച്ചതിൽ നന്നായിട്ട് ചെയ്തിട്ടുള്ളവരാണ് എല്ലാവരും തന്നെ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് കമ്പയർ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. അവരുടെ ഓരോ ഗ്രോത്ത് നമുക്കറിയാം. നമ്മളൊരു സിനിമ കണ്ടിട്ട് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റും. ഒരു സിനിമ വർക്ക് ചെയ്തിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കുടുങ്ങിപ്പോകും. വേറെ ഒന്നുമില്ല, നമുക്ക് വേർതിരിച്ചെടുക്കാൻ സത്യമായിട്ടും പാടായിരിക്കും. ഇപ്പം എനിക്കെന്നല്ല, എല്ലാവർക്കും പാടായിരിക്കും എന്ന് എനിക്ക് തോന്നണേ. പിന്നെ എന്നാ ചോദിക്കട്ടെ, ശാലിനി കുറെ നാളായിട്ട് ഷോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശാലിനിക്ക് വന്ന ഗസ്റ്റുകളിൽ ശാലിനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച ഗസ്റ്റ് ആരാണ്? ദിലീഷ്. കണ്ട ഇതുപോലെ ഒരു ഉത്തരമാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ദിലീഷ് പോത്തൻ. എല്ലാത്തിനും ഉത്തരം ഒന്നാമേ ഉള്ളൂ. കോംപ്രമൈസ്. കുറിക്ക് കൊള്ളുന്ന ഡയലോഗുകൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഒരു സിനിമയാണ് മഹേഷിന്റെ പ്രതികാരം. ദിലീഷ്, നമ്മൾ സാധാരണ ആൾക്കാർ സംസാരിക്കണ പോലുള്ള സംസാര രീതി അതിലുള്ളതെന്ന് പറഞ്ഞേ. അങ്ങനെയാണെങ്കിൽ ഇത്തവണ ദിലീഷിന് ഞാൻ തരാൻ പോകുന്ന ടാസ്ക് ഇതിലെ ഡയലോഗുകളാണ്. ആയിക്കോട്ടെ. ആരാ എഴുതിയത്? ശ്യാമ തന്നെയാണോ മുഴുവൻ? ശ്യാംപുഷ്കറിനാണ് മൊത്തം ഡയലോഗ് എഴുതിയത്. അപ്പൊ തിരിച്ചു പോയപ്പോ ശ്യാമിനിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഡയലോഗിന് മേലാൽ എഴുതി വെച്ചേക്കുന്നത്. ശരി, നൈസ് ആയിട്ട് ഒഴിവാക്കി കളഞ്ഞല്ലേ എന്ന് മഹേഷ് സൗമ്യയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ദിലീഷിന്റെ ജീവിതത്തിൽ അങ്ങനെ നൈസ് ആയിട്ട് ഒഴിവാക്കി കളഞ്ഞ പെൺകുട്ടി, ആ കുട്ടിപ്പോ എവിടെ? എന്താ ചിരിക്കണേ? എന്തായാലും നൈസായിട്ട് ഒഴിവാക്കല്ലെന്ന് ശ്യാംപുഷ്കറിന് എഴുതിയ ഡയലോഗ് തന്നെയാണ്. അല്ല, അതിപ്പോ അതുകൊണ്ട് അത് കൃത്യമായിട്ട് ചോദിക്കേണ്ട ശ്യാമിനോടാണ്. അത് ആര് പറഞ്ഞ ഡയലോഗ് അവനോട് ചോദിക്കണം. ചെന്നിട്ട് ഉടനെ ദിലീഷിനോട് അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. എനിക്ക് ഓർമ്മയില്ല, ഇതാണ് കുഴപ്പം. ആരാണ് കൃത്യം ഈ വാക്ക് തന്നെ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. അതാണ് അവസ്ഥ. അടുത്തത്, ചാച്ചൻ എണീറ്റ് വിക്കറ്റ് പോകുന്നതിൽ സോണിയ പറയുന്നുണ്ട് ബേബി ചായന്റെ അടുത്ത്. അതെ, അങ്ങനത്തെ ആൾക്കാർ കണ്ടിട്ടുണ്ടോ? ശരിക്കും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഓരോ നാട്ടിൻപുറത്തെ ചില വിശേഷങ്ങളിൽ പെടുന്നതാണ് ഇതൊക്കെ. ഇപ്പം ഞാൻ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ചില സുഹൃത്തുക്കൾ ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്, നല്ല കളി വരുന്നതെന്ന് അവൻ പറയും ഞാൻ കാണുന്നില്ല. ഞാൻ എന്താ, ഞാൻ കണ്ടു കഴിഞ്ഞാൽ കളി ജയിക്കില്ല, അതുകൊണ്ട് ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് കളി കാണാതെ മാറി നിൽക്കുന്ന ക്രിക്കറ്റ് പ്രേമികളെ എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ട്. അത് പറയാൻ എന്നാ പറയാ, റോബിൻ. റോബിൻ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് കളി തോറ്റു പണിയാന്ന് പറഞ്ഞു. ഇങ്ങനത്തെ ആൾക്കാരെ സിനിമയിൽ കണ്ടിട്ടുണ്ടോ? ഉണ്ടാവും. പിന്നെ ആ മുഖം കണ്ടറിയോ ഉണ്ടാവും. നമുക്ക് ഇനി സിനിമ ചെയ്യേണ്ടതാണ് അല്ലേ? ശരി, മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി അഭിപ്രായം പറയുന്നത് ഞാൻ അങ്ങ് നിർത്തി. ഇത് ഡയലോഗ് നമ്പർ 3. ദിലീഷ് അങ്ങനെ എപ്പോഴാണ് നിർത്തിയത്, ആ തീരുമാനം എടുത്തത്? ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അങ്ങേ അറ്റത്തൊരു പൈപ്പ് ഇങ്ങനെ തുറന്നു കിടക്കണം. ഈ ഉച്ചയ്ക്ക് ചോറിട്ട് കഴുകാൻ നിരത്തി വെച്ചിരിക്കുന്ന പൈപ്പുകളിൽ ഒരെണ്ണം ഇങ്ങനെ തുറന്നിട്ട് അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീണോണ്ടിരിക്കുന്നു. അപ്പം ഞാനോർത്ത് അയ്യോ പൈപ്പ് തുറന്നു കിടക്കണല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ അവിടുന്ന് കളി നിർത്തിയിട്ട് ഞാൻ പൈപ്പ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി. അടയ്ക്കാൻ നോക്കിയിട്ട് അത് അടയുന്നില്ല. ഞാനത് കുറേ പിടിച്ചപ്പോഴത്തേക്ക് പൈപ്പിൻ്റെ അറ്റം കൂരിപ്പോന്നു. അപ്പോൾ ഞാൻ പിന്നെ ഇത് അടയ്ക്കാനുള്ള ശ്രമമായി. അങ്ങനെ ഒരു തരത്തിൽ ഞാൻ അടച്ചപ്പോൾ ഇങ്ങനെ ഒരു കൈകൊട്ട് വെക്കാൻ ഞാൻ നിൽക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ഹെഡ് മാസ്റ്റർ ഇങ്ങനെ സ്കൂളിൻ്റെ സൈഡിൽ ചാരി എന്നിട്ട് കണ്ടുകൊണ്ടിരിക്കും. ഞാനെന്തോ പൈപ്പ് ഒടിച്ചിട്ട് പിടിച്ച പോലെ എന്നെ പിടിക്കുകയും ഹെഡ് മാസ്റ്റർ നല്ല അടി വെച്ചു, 2 അടി വെച്ചു തന്നു. അന്ന് ഞാൻ തീരുമാനിച്ചു ഇനി വേണ്ടാത്ത കാര്യത്തിൽ ഞാൻ ഇടപെടുന്ന പ്രശ്നമില്ല എന്ന് വെച്ച് ഞാൻ ഇടപെടൽ നിർത്തിയിട്ടില്ല. ഇപ്പോഴും ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നു. എന്നാലും നമ്മൾ പിടിക്കും. ശരി, അതില് ബേബി ചായ മഹേഷിനോട് പറഞ്ഞിട്ടുണ്ട് എന്റെ ഐഡിയ പോയി, അല്ലെങ്കിൽ ഞാൻ കൊന്നേനത്. അങ്ങനെ ദിലീഷിന്റെ ജീവിതത്തിൽ ചീറ്റിപ്പോയ ഐഡിയ. ഞാനാണെങ്കിൽ ഐഡിയയുടെ ആളാന്നാണ് എന്റെ സുഹൃത്തുക്കൾ പറയുന്നത്. നടപടി ഉണ്ടെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. എന്തെങ്കിലും ഒരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്യാന്നൊന്ന് പറഞ്ഞാൽ മതി, അപ്പം തന്നെ ഞാൻ ഐഡിയ ഇടാൻ തുടങ്ങും. അത് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് മറ്റത് ഡീൽ ചെയ്തിട്ട് ഭയങ്കര അങ്ങനത്തെ ആളാണ് ഞാൻ. അതുകൊണ്ട് എപ്പോഴും തന്നെ ഐഡിയ എക്സിക്യൂട്ട് ചെയ്യാറുണ്ട്, മിക്കപ്പോഴും തന്നെ ഐഡിയ പാളാറുണ്ട്. അപ്പൊ സ്വന്തം ഐഡിയ ആയതുകൊണ്ട് ഞാനത് പുറത്ത് പറയാതെ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കും. എന്നെ പോലെ ഒരുപാട് മലയാളികൾ ആ അവസ്ഥയിലുള്ളവരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ആ ഡയലോഗ് അത്ര സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. ചിരിക്കുന്നുണ്ടാവും, പലരും മനസ്സിൽ ചിരിക്കുന്നുണ്ട്. എന്നോട് പലരും അങ്ങനെയാണ് പറഞ്ഞത്. ദിലീഷ് ഒരു പ്രതികാരദാഹിയാണ്. യെസ് ഓർ നോ? യെസ്, വളരെ മനോഹരവും സുന്ദരവുമായ പ്രതികാരം ചെയ്യാൻ ദിലീഷ് പോത്തിന് ഇഷ്ടമാണ്. പിന്നെ അടുത്ത പ്രതികാരം ശാലിനിയോടായിരിക്കും. ഇതിൽ ഷോയ്ക്ക് എവിടെയെങ്കിലും ഗ്യാപ്പ് കിട്ടിയാൽ ശാലിനിനെ കൊടുക്കണം, ശാലിനിക്കിട്ട് പ്രതികാരം ചെയ്യണം. എന്നെ ക്വസ്റ്റ്യൻ ചോദിച്ച് കൊടുക്കാൻ ശാലിനി ശ്രമിച്ചാൽ, എന്നെ കളിയാക്കാൻ ശാലിനി ശ്രമിച്ചാൽ, എന്റെ ഓരോ നീക്കവും ശാലിനെ എങ്ങനെ തിരിച്ച് പ്രതികാരം ചെയ്യണം എന്നുള്ളതായിരിക്കും. പ്ലസന്റ് ആയിട്ടുള്ള നല്ല മധുര പ്രതികാരങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട്
കേൾക്കാനും വായിക്കാനും ചെയ്യാനും ഇഷ്ടമുള്ളയാളാണ് ദിലീഷ് പോത്തൻ. ചുരുക്കത്തിൽ ഞാൻ സൂക്ഷിക്കാന്ന്. രണ്ടാമത്തത്, ദിലീഷിന് കൂടുതൽ ഇഷ്ടം ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാനാണ് അതോ പിന്നിൽ നിൽക്കാനാണ്? പിന്നിൽ നിൽക്കാനാണ്. അപ്പൊ ആക്ടർ അല്ല? അല്ല, തീർച്ചയായിട്ടും ഞാൻ പിന്നിൽ നിൽക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അതിന് ഇടവേളകളിൽ സമയം കിട്ടിയാൽ ഞാൻ ഇടയ്ക്ക് ഗ്യാപ്പിൽ ഫ്രണ്ടിൽ കയറി നിൽക്കും. ഒരു നടനുള്ള നിലയ്ക്ക് 10 എത്ര മാർക്ക് കൊടുക്കും? ആർക്ക്? ദിലീഷിനാണ്. ഒരു 4. സംവിധായകൻ 6. അപ്പൊ പിന്നെ പിന്നിൽ നിൽക്കുന്നതാണ് ബുദ്ധി. സോൾട്ട് ആൻഡ് പെപ്പറിലെ ക്യാരക്ടറിന് മലയാള സിനിമയിലെ ഒരു പ്രമുഖ സംവിധായകന്റെ ഛായയുണ്ട്. യെസ് ഓർ നോ? ഇപ്പൊ ശാലിനി ആരെയോ മനസ്സിൽ കണ്ടുകൊണ്ടാണ് എനിക്ക് ഒരു പൊതുവെ മലയാള സിനിമയിൽ സംവിധായകന്റെ ഛായ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കറിയാതെ ആരാന്ന് ശാലിനി പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞതാ. അല്ല ഞാൻ പറഞ്ഞ ശാലിനി പറഞ്ഞു. അങ്ങനെ പലരും എന്നോട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിപ്പോ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ആയതുകൊണ്ട് അതല്ല, പേഴ്സണലായിട്ട് ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ മറ്റത് നന്നായിരുന്നു കേട്ടോ, അയ്യോ ആ റോള് നന്നായിരുന്നു, എനിക്ക് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ആരെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുമ്പോഴത്തേക്കും പലരും പറഞ്ഞിട്ടുള്ളത് പലരെയാന്നുള്ളതാണ് സത്യം. ഞാൻ പൊതുവായിട്ടുള്ള മലയാള സിനിമകളിലെ ക്ലീഷകളെയാണ് ആ സിനിമയിലെ ആ സംവിധായകന്റെ കഥാപാത്രം കൊണ്ട് കളിയാക്കാൻ ശ്രമിച്ചിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോഴും ചോദ്യം ബാക്കിയാ, ഛായ ഉണ്ടല്ലോ? നോ. എന്നാ അടുത്ത ചോദ്യം. 12 വർഷമായി സിനിമ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് ഇപ്പോഴും തിയേറ്ററിൽ പോയി വിസിൽ അടിച്ച് ഞാൻ സിനിമ കണ്ടിട്ടുള്ളത് ഏത് നായകന്റെ ഏത് നായികയുടെ? വിസിലടിച്ച് എനിക്ക് അങ്ങനെ ഓർക്കാൻ പാടായിരിക്കും കൃത്യമായിട്ട് എടുക്കുക. കാരണം വിസിലടിച്ചിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. കൈയടിച്ചതോ? കൈയടിച്ച് ഏറ്റവും അവസാനം കണ്ട സിനിമ ഏതാണോ അതിനകത്തായിരിക്കണം. അതാ ചോദിച്ചത്, അതേതാന്ന്? മഹേഷിന്റെ പ്രതികാരാണ്. എനിക്ക് വയ്യ. അല്ല ഞാനിപ്പോ ആക്ഷൻ ഹീറോ ബിജുവിന് ഞാൻ കൈയടിച്ച് കഴിഞ്ഞ ദിവസം. ശരി, അടുത്ത ചോദ്യം. മഹേഷിന്റെ പ്രതികാരത്തിന് ശേഷം എനിക്ക് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ കുറച്ച് വെയിറ്റ് കൂടിയിട്ടുണ്ട്. യെസ് ഓർ നോ? ആൾക്കാര് എനിക്ക് കുറച്ച് വെയിറ്റ് കൂടുതൽ തരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ കൂടിയിട്ടുണ്ട്, ഉണ്ടാവണം. അപ്പൊ യെസ് ആണ്. യെസ് ആയിരിക്കണം. ഈ സിനിമയുടെ വിജയത്തിന് ശേഷം ഇൻഡസ്ട്രിയിൽ കുറച്ച് പേർക്കൊക്കെ എന്നോട് ഇത്തിരി അസൂയുണ്ട്. യെസ് ഓർ നോ? നോ. അതെന്തിന് ഇൻഡസ്ട്രിയിലുള്ളവർ എന്നോട് അസൂയപ്പെടുന്നത്? എനിക്ക് അല്ല, ചിരിച്ചു സത്യമായിട്ട് എന്തിനാണ് അസൂയപ്പെടേണ്ട കാര്യമില്ലല്ലോ. വളരെ ചെറിയ ഇൻഡസ്ട്രി അല്ലേ, എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ആൾക്കാരും. ഇപ്പം നമ്മളിപ്പോൾ ഏത് സിനിമ ഇറങ്ങിയാലും ആ സിനിമയിൽ പരിചയമുള്ള ഒരുപാട് ടെക്നീഷ്യൻസ് ആയിക്കോട്ടെ, ഒരുപാട് ആക്ടേഴ്സ് ഒക്കെ നമുക്കുണ്ടാവും. അപ്പം ആ വ്യക്തിപരമായിട്ട് അവരുടെ എല്ലാം വിജയങ്ങളാണല്ലോ ആ സിനിമ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഓരോ സിനിമയും എല്ലാ സിനിമയും വിജയിക്കണല്ലോ. വിജയിക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രി എത്രമാത്രം വലുതാവും, എത്ര നല്ല പ്രോഡക്ട്സ് ഉണ്ടാവും. അങ്ങനെ തന്നെ പറയണം. ദിലീഷ് സ്വയം എത്രയും മാർക്കിട്ട്? ഒരു സംവിധായകനായിട്ട് 6, ആക്ടറായിട്ട് 4. ഞാനാണ് ആക്ടറിന് 7 ഇടോട്ടാ. ആ ചിരി തന്നെ എല്ലാം ഇണ്ടെന്ന് മനസ്സിലായില്ലേ? ഇടുക്കി എന്നൊരു സ്ഥലപ്പേര് പറയുമ്പോഴേക്കും മനസ്സിലേക്ക് ഓടി വരുന്നൊരു സിനിമയുണ്ട്, മഹേഷിന്റെ പ്രതികാരം. പക്ഷേ സത്യമായിട്ട് പറയാലോ, ഈ അടുത്ത കാലത്തൊന്നും ഒരു സ്ഥലത്തെ ഇത്രയധികം ഹിറ്റാക്കിയ ഒരു സിനിമ ഉണ്ടായിട്ടില്ല. അതാണ് ഇപ്പൊ എന്തായാലും പരീക്ഷാക്കാലാണല്ലോ, 10ാം ക്ലാസ്സിനും 12നും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ദിലീഷിന് ഒരു ടാസ്ക് തരുന്നത്, ഒരു ഉപന്യാസം എഴുതുക. ഇടുക്കിയെ കുറിച്ച് 10 വാക്യത്തിൽ കവിയാതെ ഉപന്യസിക്കുക, സമർത്ഥിക്കുക. തുടങ്ങട്ടെ? 10 വാക്യം എന്ന് പറഞ്ഞാൽ ഷോ തീരൂല. 10 വാക്യം അല്ല, ഞാൻ 10 വാക്ക് തരാം. തുടങ്ങിക്കോളൂ. ഇടുക്കി വേറൊരു ജില്ലയാണെങ്കിലും കോട്ടയം എന്ന് പറയുന്ന ജില്ലയുടെ ഒരു ചെറിയ അവയവമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ചേർന്ന് കിടക്കുന്ന ഭൂപ്രകൃതി തന്നെയാണ്. 10 വാക്യത്തിൽ കൂടി കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് ഇടും കേട്ടോ. ഇടുക്കി സുന്ദരിയാണ്, അവിടുത്തെ ആൾക്കാർ അതിലേറെ സുന്ദരന്മാരാണ്, സുന്ദരികളാണ്, വലിയ വലിയ മനസ്സിന്റെ ഉടമകളാണ്. ഇടുക്കിക്കാരെ ഭയങ്കര സഹകരണമുള്ള ആൾക്കാരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്ന ഭയങ്കര ഗ്രൂപ്പാണ് അവര്. അങ്ങനെയാണ് അവര് ജീവിക്കുന്നത്. അങ്ങനെ വേണം ജീവിക്കാൻ. 3 വാക്കായില്ലോ? 3 ഇപ്പൊ 4ാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇടുക്കിക്കാര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അത് 3ാമതായിരുന്നോ? അപ്പൊ 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർ ഈ പറഞ്ഞാൽ ഭയങ്കര സ്ട്രെയിറ്റ് ആണ്. അവർക്ക് ദേഷ്യം വന്നാൽ അവർ പെട്ടെന്ന് ദേഷ്യപ്പെടും. തല്ലണം തോന്നിയാൽ തല്ലും, സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ അതേപോലെ സ്നേഹിക്കും. ഇനി ഇടുക്കിയിലെ ക്ലൈമറ്റ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ക്ലൈമറ്റ് ആണ്. ഇടുക്കിയിൽ നമുക്ക് വെറുതെ പോയിട്ട് ഇങ്ങനെ പുറത്തിങ്ങനെ ഇരിക്കാൻ തോന്നും. പിന്നെ ഇടുക്കിയിലാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത് നമുക്കിവിടെ അടുത്തായിട്ട് കുറച്ച് ശുദ്ധവായു കിട്ടുന്ന ഒരു സ്ഥലം. ഇവിടെയൊക്കെ വലിയ പാടാ കേട്ടാൻ. പിന്നെ ഇടുക്കിയിലെ ഭക്ഷണം നല്ല കപ്പയും ബീഫും, കപ്പയും മീൻകറിയും, ഇങ്ങനെയുള്ളത് എല്ലാ ഹോട്ടലിലും കിട്ടും. നല്ല ബോണ്ട. ഇടുക്കിയിലൊരു ബോണ്ട എന്നൊക്കെ പറഞ്ഞാണല്ലോ, ഒരു 1.5 ബോണ്ട ഈ വലിപ്പം വരും. ഒരാൾ തിന്നാൽ തീരില്ലാത്ത ബോണ്ട. അത്ര ആത്മാർത്ഥതയിലാണ് അവർ ബോണ്ട വരെ കച്ചവടം ചെയ്യുന്നത്. മുതലാണ്. ഇടുക്കിന്നൊരു ബോണ്ട വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു നേരം നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടെന്ന് പറയുന്ന പോലത്തെ ബോണ്ടാണ്. അതുപോലെ അവരുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഈ കുമ്പിളപ്പം, കാച്ചിൽ പുഴുങ്ങിയത്, ചക്കപ്പഴം. ഞങ്ങൾ ലൊക്കേഷൻ കാണാൻ പോകുമ്പോൾ എല്ലാ വീട്ടിൽ ചെല്ലും അവിടുത്തെ അമ്മച്ചിമാരും ചേച്ചിമാരൊക്കെ ഞങ്ങൾക്ക് കാച്ചിൽ പുഴുങ്ങിയത്, കുമ്പിളപ്പം, കട്ടൻ കാപ്പി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരും. അതൊക്കെ മൃഷ്ടാനം നമ്മൾ കഴിക്കും. ഒരു മടിയില്ല. ഞങ്ങൾ ആദ്യം മഹേഷിന്റെ വീട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അവിടെ ചെന്നപ്പോഴത്തേക്കും ചേച്ചി ഇവിടെ ഇച്ചിരി കപ്പ പുഴുങ്ങിയതും മുളക് പൊട്ടിച്ചതും ഉണ്ടായിരുന്നു, താല്പര്യം ഉണ്ടെങ്കിൽ ചേച്ചി അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട, എടുത്ത് വെച്ചോളൂ, ഞങ്ങളെ കഴിച്ചോളാം. അവിടുന്ന് ഈ ലൊക്കേഷൻ കാണാൻ പോയപ്പോഴാണ് അവിടുന്ന് ചേച്ചി തന്നാണ് കുമ്പിളപ്പം. അപ്പോൾ ആ കുമ്പിളപ്പം കഴിച്ചു കഴിഞ്ഞിട്ട് അതിനുശേഷമാണ് നമ്മൾ എന്നാൽ കുമ്പിളപ്പം എന്നുള്ള തന്നെ ആക്കാം, രാത്രിയിൽ സൗമ്യക്ക് കൊടുക്കാൻ മഹേഷ് കൊണ്ടുവരുന്നതെന്ന് തീരുമാനിച്ചു. സ്നേഹ സമ്മാനം എന്നൊക്കെ പറഞ്ഞത്. ഇതിപ്പോ എത്രയായി? 8 ഇനി 9ഉം 10ഉം. കുരുമുളക്, ഇഞ്ചി, ഏലം, ചുക്ക്, കാപ്പി എന്നൊക്കെ പറഞ്ഞ പോലെ ഇതൊക്കെ ഇഷ്ടംപോലെ വിളയുന്ന നല്ല മണ്ണാണ്. ചേട്ടന്മാർ നല്ല സാധനമാണ് അവിടെ ഉണ്ടാക്കുന്നത്. അതിൻ്റെയൊക്കെ മായം ചേർക്കാത്ത നല്ല ഒറിജിനൽ സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമാണ് ഇടുക്കി.
ഇടുക്കി. ഇനി 10ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവസാനം ഇടുക്കിയിലെ കാറ്റ്. എന്തീ കാറ്റിന് എത്ര പ്രത്യേകത? വേറെ കാറ്റൊന്നും കണ്ടിട്ടില്ല. 10ാമത്തെ ഉത്തരം അതാണ്, ഇടുക്കിയിലെ കാറ്റാണ് കാറ്റ്. ഓക്കെ അല്ലേ? 10 ഉത്തരം പറയില്ല. ഇതിപ്പോ ഏറ്റവും എളുപ്പം ഇടുക്കി പാട്ടിന്റെ ആദ്യത്തെ 10 സ്റ്റാൻസ് ഓരോന്നോരോ 10 മുറിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 10 കിട്ടുമായിരുന്നു. അപ്പൊ ചുരുക്കത്തിൽ ബിജുബാല് പാടിയ ആ പാട്ടിന്, ബിജുബാല് പാടി കമ്പോസ് ചെയ്ത ആ പാട്ടിന് എത്ര ശതമാനം മാർക്ക് കൊടുക്കും? 100 മാർക്ക് ഞാൻ ചിലപ്പോൾ കൊടുത്തു കളയും. അത് തന്നെയാണ് ഇടുക്കി. അതാണ് ജീവിതത്തിൽ നമ്മൾ എല്ലാവരും പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ട്. പക്ഷേ ഈ ഫോട്ടോ എടുക്കുന്ന ഏർപ്പാട് ഇത്രയും വലിയൊരു കടമ്പയാതെ വീണ്ടും ഒന്ന് ഓർമ്മിപ്പിച്ചു തന്ന സിനിമയാണ് മഹേഷിന്റെ പ്രതികാരം. എപ്പോഴെങ്കിലും പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കാൻ പോയപ്പോ ഇതേപോലെ തന്നെ ചിൻ പൊടിക്ക് ഡൗൺ, ഷോൾഡർ ഡൗൺ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചെറിയ ലെവലിൽ അതിന്റെ കേട്ടിട്ടുണ്ട്. അതിനെ കൃത്യമായിട്ടൊന്നും കുറച്ചൊന്നും സിനിമാറ്റിക് ആയിട്ടാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. എന്നാലും അത് പൊതുവായിട്ട് നമ്മൾ കൺട്രോൾ ചെയ്യും. ഇപ്പൊ നമുക്ക് വളരെ കോൺഷ്യസ് ആകുക എന്ന് പറയില്ല. ഇപ്പൊ നമ്മൾ അങ്ങനെ ഇപ്പം എപ്പോഴും ക്യാമറയുടെ മുമ്പിൽ നിന്ന് ശീലമുള്ളവർ കുറച്ച് കംഫർട്ട് ആയിരിക്കും. ചിലപ്പോൾ ഞാൻ ഈ ഡബ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ എനിക്ക് മൈക്ക് കാണുമ്പോൾ ഭയങ്കര പേടിയാണ്. മൈക്ക് ഇപ്പോൾ ഇതിങ്ങനെ ഇവിടെ സംസാരിക്കുമ്പോഴാണ്, സാധാരണ ഞാൻ സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ സമാധാനത്തിലാണ് സംസാരിക്കുക. ഡബ് ചെയ്യാനൊക്കെ ഞാൻ പോയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അറിയാതെ തൊണ്ടയിലൊരു പിടുത്തം വരും. ഹലോ എന്ന് പറയുന്നത് പോലെ ക്യാമറ കാണുമ്പോൾ അറിയാതെ നമ്മുടെ കുറച്ചധികം മസിലുകൾ ഒന്ന് സ്ട്രെയിറ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനിടയ്ക്ക് ചിന്നൊരു പൊട്ടിക്കപ്പ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒരു അളവ് നമുക്ക് അറിയത്തില്ല. നമ്മൾ ചെറിയ രീതിയിൽ മസിലുകളെ അധികം റിലീസ് ചെയ്ത ഒരു അറ്റം മാത്രം, ചിന്ന് മാത്രമല്ലേ അപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ അങ്ങനെ വെച്ചിട്ട് ചിന്ന് തന്നെ അപ്പ് ചെയ്യുമ്പോഴും ചിന്ന് അതേപോലെ ഡൗൺ ചെയ്യുമ്പോഴും ഒക്കെ നമ്മുടെ ശരീരത്തിൽ കുറച്ച് മസിലുകൾ കൂടുതലായി രൂപപ്പെടുകയും ആ രൂപപ്പെടുന്ന മസിലുകൾ ഫോട്ടോയിൽ കാണുകയൊക്കെ ചെയ്യാറുണ്ട്. നമുക്ക് പൊതുവേ ഞരമ്പുകളായിട്ടൊക്കെ വലിഞ്ഞു മുറുകി എനിക്കിങ്ങനെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കുന്നതിനേക്കാളും കല്യാണത്തിന് പോകുമ്പോഴത്തേക്കും ഇനി എൻ്റെ കല്യാണത്തിന് തന്നെ ഞാനൊരു കല്യാണം കഴിച്ചു. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാൻ ചെറിയ ഫോട്ടോ എടുക്കുമ്പോൾ എനിക്കങ്ങനെ ചെറിയ ചമ്മലും ജാള്യതയൊക്കെ ഉണ്ട്. അപ്പം കുറച്ചും കൂടി ചേർന്ന് നിൽക്ക് ഒന്ന് ചിരിച്ചെന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ചിരി വരണ്ടേ. ഞാനിങ്ങനെ ചെറിയ ചിരിയൊക്കെ ആയിട്ട് നമുക്ക് ആദ്യം ചിരി വരും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും അപ്പം പുള്ളി ഇപ്പുറത്തെ സൈഡ് ശരിയാക്കാൻ പോകുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ചിരിച്ചിരുന്നിട്ട് അതൊരു പ്ലാസ്റ്റിക് ആയിട്ട് മാറി ചിരി. അപ്പോൾ ഇവിടെയൊക്കെ വേദനിക്കാൻ നടക്കും. അപ്പം അങ്ങനത്തെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് അതിനെ അങ്ങനെ കണ്ടിട്ടുണ്ട്. മഹേഷിന്റെ പ്രതികാരത്തില് സ്വന്തം പാസ്പോർട്ട് സൈസ് ഫോട്ടോ കണ്ടിട്ട് ഇങ്ങനെ ബ്ലിങ്കസിയാന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ക്യാരക്ടറും കൂടിയാണ്. അങ്ങനെ എപ്പോഴാ സ്വന്തം ഫോട്ടോ കണ്ട് ബ്ലിങ്കസിയാന്ന് പറഞ്ഞ ജീവിതത്തിൽ ഇരുന്നിട്ടുള്ള? ജീവിതത്തിൽ ഒരുപാട് തവണ ഇരുന്നിട്ടുണ്ട്. എൻ്റെ ഫോട്ടോസ് കണ്ട് ഒരുപാട് തവണ ഞാൻ അന്തം വിട്ടിട്ടുണ്ട്. എനിക്ക് എത്രയാണ് ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ തൃപ്തി വരാത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് ഭയങ്കര ഫോട്ടോ എടുക്കൽ കുറവുള്ള ആളാണ്. എനിക്ക് ഫോട്ടോ എടുത്ത് കണ്ടു കഴിയുമ്പോഴത്തേക്ക് എനിക്ക് പോരാ, ഞാൻ ഇതിനൊക്കെ സുന്ദരനാ, എനിക്ക് കുറച്ചും കൂടെ എന്നെ അല്ലാണ്ട് നേരിട്ട് കാണാനാണ് ഭംഗി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫോട്ടോ അധികം പിടിക്കാത്ത ആളാണ്. പിന്നെ ചില ഫോട്ടോസ് നമ്മൾ എടുക്കുമ്പോൾ ഓക്കെ എന്നൊക്കെ തോന്നും. ഒരു കൊല്ലം കഴിഞ്ഞത് കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും. അയ്യേ കാലിൻ്റെ അടിഭാഗത്തു നിന്ന് ഒരു ചളിപ്പ് പൊങ്ങി വന്നിട്ടുണ്ടല്ലോ, തലേ കയറി ഒന്ന് ഇങ്ങനെ ആടും. ഇപ്പൊ നമ്മള് ഇവിടെ ഇരുന്നെടുത്ത ഫോട്ടോസ് ഒക്കെ ഒരു വർഷം കഴിയുമ്പോൾ എനിക്കറിയത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു. എൻ്റെ കൂടെ ഡിഗ്രിക്ക് ഉണ്ടായിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു. അപ്പോൾ ഞാൻ ആ പഴയ ഫോട്ടോ എടുത്ത് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഓരോന്നിങ്ങനെ കണ്ട്. അപ്പോൾ എനിക്ക് ചില ഫോട്ടോസൊക്കെ കണ്ടപ്പോഴത്തേക്കും ചെറിയ ജാളിത തോന്നി. ഞാൻ അവനെ അളിയ പഴയ പോലെ ഒന്നല്ല, നീ ഇപ്പം ഈ ഫോട്ടോസൊന്നും പുറത്ത് വിടരുത്, എന്നെ നാണം കെടുത്തരുത്. എന്തൊക്കെ പറഞ്ഞാലും ഇവിടുന്ന് ഞാൻ പോകുമ്പോൾ ഒരു സെൽഫി എടുത്തിട്ടേ വിടുള്ളൂ കേട്ടോ. ആയിക്കോട്ടെ, എന്നിട്ട് ഒരു വർഷം ഞാൻ ശാലിനി ചതിക്കരുത്, പുറത്ത് വിടരുത്. അപ്പൊ ദിലീഷ് ഓൾ ദി വെരി ബെസ്റ്റ്, നന്നായിട്ടൊക്കെ പറഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? ഇല്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് നേരം മുമ്പ് വാച്ചിലേക്ക് നോക്കുമ്പോൾ ഞെട്ടിപ്പോയി, ഇത്രയും സമയം ആയോ എന്ന് ഞാൻ കരുതി. അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സംസാരിക്കാൻ പറ്റി, വളരെയധികം സന്തോഷം. അല്പനേരം ശാലിനിയായിട്ട് നേരിട്ട് സംസാരിക്കാൻ സാധിച്ചതിൽ ഒരുപാട്